കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു അടിച്ച് പൊളിച്ചിട്ടുള്ളൊരു കല്യാണം കുറേ കാലമായിട്ടോ ഞാൻ കൂടിയിട്ട്. ഇതെന്തായാലും ഞങ്ങൾ അടിച്ച് പൊളിച്ച് തിമിർത്തു തകർത്തു എന്ന് തന്നെ പറയുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു മണ്ഡപം കേട്ടോ. ഇതിൽ വന്നിട്ട് തന്നെ കുറേ നാളായി കേട്ടോ. ഇപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇൻറ്റീരിയൽ വർക്കും ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഡെക്കറേഷൻസൊക്കെ ആയിട്ട്. അപ്പോൾ തലേന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ചയായിരുന്നു കല്യാണം. അപ്പോൾ എഡിറ്റ് ചെയ്ത് സെറ്റായിട്ട് വന്നപ്പോഴേക്കും ഇന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത്, തിങ്കളാഴ്ച. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞുമ്മയുടെ നാത്തോന്, ഇതെൻ്റെ വലിയ കുഞ്ഞുമ്മ. അപ്പോൾ ഈ കുഞ്ഞുമ്മയുടെ മോളാണ് ഇവൾ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അപ്പോൾ എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞങ്ങളെയും വിളിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കുക, തിരക്ക് വരുമ്പോഴേക്കും വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. തലേന്നായതുകൊണ്ട് ഫുള്ള് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ ഫാമിലി മൊത്തം. ഞങ്ങളടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ സ്റ്റേജിൽ കയറി പോവാണ് ഫോട്ടോ എടുക്കാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുമിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി. ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇക്കാക്ക് അന്ന് തിരക്കായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ഫെബിന. അപ്പോൾ വലിയ കുഞ്ഞുമ്മാൻ്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നു. ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നെയ്ച്ചോറും കുറുമയായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചോറായിരുന്നു, അടിപൊളി കറിയും. അപ്പം ചോറ് വയ്ക്കുന്ന പരിപാടിയിലാണ്. ഒരാളവിടെ ഇല കൈവിടാതെ തന്നെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മേലേക്ക് വന്നപ്പോൾ നല്ല അടിപൊളി പാട്ടും ഡാൻസൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഫുള്ള് നമുക്ക് മ്യൂസിക് ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് അത് കണ്ടിട്ടിരുന്നു. പിന്നെ കുട്ടികളുടെ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അതായിരുന്നു അടിപൊളി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവർ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് കളിച്ച വീഡിയോ കേട്ടോ. ചെറിയ കുട്ടികളെല്ലാവരും കൂടിയിട്ട്. അങ്ങനെ തലേ ദിവസം ഫുള്ള് പരിപാടിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പാട്ടുകളും കുട്ടികളുടെ ദഫും പാട്ടും അതുപോലെ ചെറിയ കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ കേട്ടോ. അങ്ങനെ എല്ലാവരും അത് നോക്കിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴും സ്റ്റേജിൽ കളി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ ന്യൂനൂട്ടനാണ് കേട്ടോ, നമ്മുടെ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ന്യൂനൂട്ടൻ. പിന്നെ ഇപ്പോഴും ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ. നല്ല അടിപൊളി പാട്ട്, കള്ളിപ്പെണ്ണേ ചെല്ലക്കുതാ ഒരു കള്ളിപ്പെണ്ണ് നിൽക്കണം. നോക്കിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അവരെ കാണാനായിട്ട്. അങ്ങനെ ഇതാ മിസ്സിരി പാടാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അവൾ ഫേമസ് ആയിട്ടുള്ള പാട്ടേരിയാണ് കേട്ടോ. അങ്ങനെ ഇതാ അടുത്തുള്ള പാട്ടും പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഞാൻ ഈ മണ്ഡപം എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണമെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് ലൈറ്റൊക്കെ അവർ സെറ്റ് ചെയ്തിട്ട്, ലൈറ്റ് സെറ്റ് ചെയ്തിക്കല്ല, അവർ ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിക്കാണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഈ ഒരു മണ്ഡപത്തേക്ക് വന്നിട്ട് അവിടെ തന്നെ നല്ല വ്യത്യാസവും തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അവർ നല്ലൊരു അടിപൊളി ലോങ് ആയിട്ടുള്ള നല്ലൊരു പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കുട്ടികൾ അതൊക്കെ കണ്ട് അവരുടേതായിട്ടുള്ള കളിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മിമിക്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ്. അടുത്തതായി നമ്മുടെ സിനിമാ താരം ജനാർദ്ദന്റെ ശബ്ദമാണ്. ലാസ്റ്റ് കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടിന്റെ ശബ്ദം എടുത്തിട്ട് അവസാനം. ഗവൺമെന്റ് എന്നോട് കെട്ടിച്ചാടാൻ പറഞ്ഞാൽ തീർച്ചയായും ഞാൻ കെട്ടിച്ചാടിയിരിക്കും. ഗവൺമെന്റ് എന്നോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും നന്നായിട്ട് അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വന്നു കേട്ടോ. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുട്ടികൾക്കൊക്കെ പോയി കിടന്നുറങ്ങണമല്ലോ.
പിറ്റേ ദിവസം കല്യാണത്തിന് വരണ്ടേ. അപ്പോൾ അവർക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്നു കേട്ടോ. അങ്ങനെ ഓട്ടോയിൽ വന്ന് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കല്യാണത്തിൻ്റെ അന്ന്. അവിടുന്ന് ഞങ്ങളവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ, ടൗണിലേക്ക് പോകാനുണ്ട് മണ്ഡപത്തേക്ക്. അപ്പോൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്, വണ്ടി ട്രിപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ, സുമോ ഉണ്ട്. അപ്പോൾ സുമോലൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ പണ്ടത്തെ ഈ കല്യാണത്തിനൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഇപ്പോഴൊക്കെ ഇങ്ങനെ പോവലുണ്ടോ അല്ലേ. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് ഫെബിന നവാസ് കേട്ടോ. ഇപ്പോൾ അതാ കുഞ്ഞിപ്പോൾ ഒരു ഷോ അടിക്കണം കേട്ടോ. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച് ഞങ്ങളെങ്ങനെ ക്ഷീണം മാറ്റി കയറിയിട്ടോ. ഞങ്ങൾ വണ്ടിയൊക്കെ കാത്തുനിന്ന് വന്നപ്പോഴേക്കും 1 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നലെ കണ്ട ഓഡിറ്റോറിയം ഒന്നും അല്ലായിരുന്നു കേട്ടോ, ഒരു ഫ്രീയോ ഇല്ല, ഫുൾ ആൾക്കാരാട്ടോ, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പെൺകുട്ടികളെ കല്യാണം ആയതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കെട്ടാൻ വന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ചെക്കൻ. പിന്നെ ഡാൻസ് കളിക്കാനായിട്ട് അവിടെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. നമുക്ക് പെൺകുട്ടീൻ്റെ ഡ്രസ്സ് ഇതാ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ പോയി വീഡിയോ എടുക്കാനൊരു ചമ്മൽ, കാരണം നിറയെ ആൾക്കാരുണ്ടല്ലോ. തലയിൽ നിന്നൊരു ചമ്മലുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ എല്ലാവരും വന്നുകൊണ്ട് ഒരു ചമ്മൽ. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താറുണ്ട്, നല്ല രസമുണ്ടായിരുന്നു രണ്ടാളെയും കാണാനായിട്ട്. അപ്പോൾ അതാ മിസിരിയൊക്കെ അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് സെറ്റായിരിക്കണം കേട്ടോ. കല്യാണ പെണ്ണ് ഏതാ മിസിരി ഏതാ അറിയാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റായിട്ട് വന്നിട്ട് പെൺകുട്ടികളുടെ ഡാൻസ് നല്ല വടി കൊണ്ടുള്ള ഹോക്കി കളിക്കുന്ന ആ വടി എടുത്തിട്ട് വന്നിട്ട് എവിടെ നിന്നാണ് അവർ എടുത്തിട്ട് വന്നതെന്ന് നമുക്കറിയാതെ നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. നമുക്ക് പാട്ടിടാൻ പറ്റില്ല, പാട്ടും കൂടി ആകുമ്പോൾ നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൽ സലാമാണെന്ന് തോന്നുന്നു. പിന്നെ നല്ലൊരു അടിപൊളി ഒപ്പന ഉണ്ടായിരുന്നു. പണ്ടത്തെ പാട്ടാട്ടോ, ഇപ്പോഴത്തെ പാട്ടൊന്നുമല്ല, പണ്ടത്തെ പാട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒപ്പന, അടിപൊളിയായിരുന്നു. എന്തായാലും സെറ്റപ്പായിരുന്നു. പിന്നെ അവരുടെ കുട ഡാൻസ്, എന്തായാലും മഴക്കാലം ആയതുകൊണ്ട് അവർ കുട ഒഴിവാക്കിയിട്ടുള്ള കുട ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവനെയൊക്കെ സെറ്റപ്പ് ആക്കി ഇരുത്തിയിട്ട് അവർ വീഡിയോ എടുക്കാൻ കേട്ടോ. ഇത്ര അച്ചടക്കമുള്ള കുട്ടികളെ വേറെ ഇടിക്കുന്നുണ്ടാവില്ല അല്ലേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറുവീട് വിളിക്കാൻ പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് മേലെ കയറിയ സമയത്ത് കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നു ബസ് വരാനായിട്ട്. അപ്പോഴും അവിടെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ മണ്ണൊക്കെ പോയി, എന്നാലും പരിപാടി നിർത്തിയിട്ടില്ല. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ കയറി നിന്നു. ഏതോ ഒരു പാട്ടാണ് കേട്ടോ. പിന്നെ അവരുടെ എന്താ പറയുക, എന്തൊക്കെയോ പിടിച്ചിട്ടുള്ള നല്ല അടിപൊളി കളി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളുടെ ചടങ്ങുകളായിട്ടോ. പിന്നെ 3 ആളും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ്. ഇത് ഞങ്ങൾ ബസ് കാത്ത് കട്ട വെയിറ്റിംഗ് ആട്ടോ. വേറെ എവിടേക്കല്ല, വീട്ടിലേക്കല്ല, നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ പോകാണ് കേട്ടോ. ചക്കരി മണ്ണിൽ നിന്ന് കൊണ്ടുവരുന്നില്ല, പക്ഷെ കൊണ്ടാക്കണ പോലെ. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി അങ്ങനെയൊക്കെ സീറ്റൊക്കെ കിട്ടി. പിന്നെ അത് അവിടെ നല്ല അടിപൊളി ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും നല്ല കുട്ടികളായിരുന്നു കേട്ടോ. തിരിച്ച് വരുമ്പോൾ എല്ലാം പുറത്തെടുക്കാമെന്ന് കരുതി ഞങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കയ്യിൽ കിടന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ പിള്ളേർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഒതുങ്ങിയിരുന്നു. കുട്ടികളൊക്കെ നല്ല അടിച്ച് പൊളിച്ച് തിമർക്കുണ്ടായിരുന്നു. പിന്നെ മണ്ണാർക്കാടാണ് കേട്ടോ. അപ്പോൾ മണ്ണാർക്കാടിൻ്റെ പ്രകൃതി ഭംഗി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നന്നായി അടിപൊളിയായിട്ടുള്ള മലനിരകൾ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ പോവുകയാണ്. കുട്ടികളൊക്കെ നല്ല അടിച്ചുപൊളിയായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഇവിടുന്ന് 1 മണിക്കൂറിന് പുറത്തുണ്ട് യാത്ര. പക്ഷേ എത്ര പെട്ടെന്ന് എത്തിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ടും ഡാൻസൊക്കെ ആയതുകൊണ്ട് ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാണ് അവരുടെ നാട്ടിൽ അത് വെൽക്കം ഡ്രിങ്കും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ വന്നു. പെണ്ണും ചെക്കൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഡ്രസ്സിങ് ഇതാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ പോയവർക്ക് പെണ്ണിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാണ്. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും പിന്നെ അവർ ഫുഡ് കഴിക്കാൻ വിളിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊന്നും പോകണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് വെറൈറ്റിയൊക്കെ ഉണ്ടപ്പോൾ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. മന്തിയും ഇതുപോലെ ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ കുറച്ചൊക്കെ എല്ലാവരും കൂടി തട്ടിക്കൊട്ടി കഴിച്ചു. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു, ചിക്കൻ്റെ കൊണ്ടാട്ടം അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. എന്നെ വിളിച്ചു കേട്ടോ, ഞാൻ പോയില്ല. പിന്നെ അവരെല്ലാവരും കൂടി എടുത്തോട്ടെ വിചാരിച്ചു. ഇനി നമ്മൾ ഒരു ചമ്മൽ അതൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി. പിന്നെ ഫുൾ അടിച്ചു പൊളി കേട്ടോ. അപ്പോൾ ഫുൾ അടിച്ചു പൊളി പോകുമ്പോൾ സൈലൻ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഉള്ളിലിരിക്കുന്ന പല കഴിവുകളും ഞങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഫുള്ള് ഡാൻസ് വൈബായിരുന്നു കേട്ടോ. ഡാൻസ് ഓൺ മൂഡായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.